വളരെ കൃത്യമാണ്. അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ജനങ്ങൾ കൃത്യമായി ചിന്തിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വോട്ടാണ്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിലേക്ക് പോയില്ല, പ്രത്യേകിച്ച് അജിത് കുമാറിന് എതിരെയുള്ള കേസുകളും പ്രശ്നവും. കേരളമൊന്നാകെ കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ഒരു വാരത്തിലെ പ്രധാന സംസാര വിഷയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടുകൂടി തന്നെ രാഷ്ട്രീയ കേരളം വളരെ ചടുലമായ രീതിയിൽ പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും അതിന്റെ ഫലപ്രഖ്യാപനം വന്നതിന്റെ പശ്ചാത്തലത്തിലും നമ്മുടെ നിലപാടിൽ ഇന്ന് നമ്മളോട് ഒപ്പം ഉള്ളത് NCP ദേശീയ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ NA മുഹമ്മദ് കുട്ടി സാറാണ്. നിലപാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഓളം അല്ലായിരുന്നെങ്കിൽ പോലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ വലിയ ഓളത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ശരിക്കും രാഷ്ട്രീയ കേരളം വളരെ ചടുലമായി ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഏതായാലും അതിൻ്റെ മത്സരമെല്ലാം കഴിഞ്ഞു, ഫലമെല്ലാം പുറത്തു വന്നിരിക്കുന്നു. M സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വളരെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഈ 5 വർഷത്തിനിടയിൽ 2ാം പ്രാവശ്യമാണ് ശരിക്കും LDFിൻ്റെ സ്ഥാനാർത്ഥിയായ CPM പ്രതിനിധിയായ M സ്വരാജ് പരാജയപ്പെടുന്നത്. ഇതൊരു ഭരണവിരുദ്ധ വികാരമല്ല എന്ന് ഓരോരുത്തർ പറയുമ്പോഴും ശരിക്കും M സ്വരാജ് എന്ന് പറയുന്ന ഒരു നേതാവ് അസ്തമിക്കുന്ന കാഴ്ചയല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലൂടെ കാണുന്നത്? അല്ല, ഇന്നലെ ഈ റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തോട് പല ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചാനലുകാർ ചോദിക്കുമല്ലോ. അതിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു, ഭരണവിരുദ്ധ വികാരമല്ലേ എന്നുള്ളത്. അപ്പം അത് ഒരു സ്ഥാനാർത്ഥി എന്നൊരുപരി അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അടക്കമുള്ള ഒരു സീനിയർ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. ആ ഭരണവിരുദ്ധ വികാരം എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ കരുതണ്ട, ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് നിലയ്ക്ക് എടുത്താൽ മതി എന്ന് മാത്രമാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ആക്ച്വലി എന്താ, വളരെ കൃത്യമാണ്. അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. അത് വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്, അറിയാം. ഈ അൻവറിൻ്റേതായിട്ടുള്ള വോട്ടുകൾ പിടിച്ചു. ഒരു 15,000 എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മാക്സിമം കിട്ടാൻ 15,000ലേക്ക് പോകാം. അങ്ങനെ വരുമ്പോഴുള്ള ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് 20,000 അടുത്തേക്ക് എത്തി. അപ്പോൾ അൻവറിൻ്റേതായിട്ടുള്ള അത് വളരെ കൃത്യമായിട്ട് പിടിച്ചു. ഈ CPMന് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടുകൾ നഷ്ടപ്പെട്ടു. അതാണ് അതിൽ വളരെ ക്ലിയറായിട്ട് നമുക്ക് വ്യക്തമാകുന്നത്. അല്ല, അത് ഞാൻ പറയുന്നത്, ഇത് ഒരു വളരെ ബാലൻസ്ഡായിട്ട് ജനങ്ങൾ കൃത്യമായി ചിന്തിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വോട്ടാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതാണ് സൂചിപ്പിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ കേരളം ഒരു വ്യത്യസ്തമായ ഒരു ഇതിൽ, പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇതതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തുടരാനുള്ളൊരു വോട്ട് എന്നുള്ള നിലയ്ക്കാണ് ഇത് LDF അതിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു ഓപ്പോസിഷൻ സൈഡിൽ നിൽക്കുന്നവർക്ക് അത് വലിയൊരിതായിരുന്നു. എപ്പോഴും ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഉണ്ടല്ലോ. ഭരണവിരുദ്ധ വികാരം ശരിക്കും ജനങ്ങളത് പ്രകടിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് PV അൻവർ പറഞ്ഞതുപോലെ ഒരു പിണറായിസത്തിനെതിരെയുള്ള ഫൈറ്റ് തന്നെയായി മാറുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അൻവറിൻ്റെ വാക്കുകളാണ്. കാരണം അൻവർ വളരെയധികം ഒരു ബന്ധപ്പെട്ട് നിന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. അൻവറിന് അതുപോലെ തന്നെ ആ അടുപ്പങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പലപ്പോഴും അത് സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് വരുമ്പോൾ തീർച്ചയായും ആരാണോ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ആരാണോ ലീഡ് ചെയ്യുന്നത്, നമ്മൾ പറയുമ്പോൾ മുൻകാലങ്ങളിൽ പറയുമ്പോൾ നായനാർ ഗവൺമെൻറ് അല്ലെങ്കിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് പിണറായി ഗവൺമെൻറ്. അപ്പോൾ തീർച്ചയായും ആ ലീഡർഷിപ്പിലുള്ള ആളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ അത് പറയാൻ പറ്റുള്ളൂ. അത് അൻവർ എടുത്ത് പറഞ്ഞു. കാരണം അൻവറിന് വളരെയധികം പ്രതീക്ഷകളുണ്ടായിരുന്നു പിണറായി എന്ന ആ മുഖ്യമന്ത്രി. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിലേക്ക് പോയില്ല, പ്രത്യേകിച്ച് അജിത് കുമാറിന് എതിരെയുള്ള കേസുകളും പ്രശ്നങ്ങളും. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ, അജിത് കുമാറിനെ വീണ്ടും ആ ലിസ്റ്റിൽ പെടുത്തണം എന്നിട്ട് ഗവൺമെൻറ് പോകല്ലേ. വളരെ വ്യക്തമായിട്ട് CPIയുടെ എതിർപ്പുണ്ടെങ്കിൽ തന്നെ, തൃശ്ശൂർ പൂരം കലക്കിലുള്ള എല്ലാ തെളിവുകളുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം വന്നപ്പോൾ DGP പോലും
ADGP തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ ആ ആളെ വീണ്ടും ADGP ആകുന്നവരെ സാധാരണ UPSC പരിഗണിക്കാറില്ല. എന്നിട്ടും അതിലേക്ക് പരിഗണിക്കണമെന്ന് കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അൻവർ പറയുന്നതിൽ ചില വാസ്തവങ്ങളുണ്ട് എന്നിവിടെ തെളിയിക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ടാണത് പിണറായിസം എന്നുള്ള ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് അത് പോയത്. അതിൽ ഏറ്റവും ദയനീയമെന്ന് പറയുന്നത് ഈ സ്വരാജ് അവിടെ ആ നാട്ടുകാരനാണ്. 5 വർഷം അവിടെ അദ്ദേഹം നേരത്തെ താമസിക്കുമ്പോൾ ഈ കോളേജിൽ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അവിടെ വളരെ ആത്മാർത്ഥമായി അറിയപ്പെടുന്ന നല്ലൊരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ പോലും അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു എന്നുള്ളത് വരുമ്പോൾ അതിലേക്ക് എത്തിച്ചാണ് അത് ഇന്ന് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച്. കാരണം 5 വർഷത്തിൽ 2ാം പ്രാവശ്യം തോൽക്കുക എന്നുള്ളതൊന്ന്, രണ്ടാമത്തെ സ്വന്തം നിൽക്കുന്ന നമ്മുടെ തട്ടകത്തിൽ തന്നെ വോട്ട് കുറയുക എന്നുള്ളത്, ഈ 2 കാര്യങ്ങൾ അദ്ദേഹത്തെ അത് കൂടുതലായിട്ട് ബാധിക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ CPM വളരെ തോതിൽ തിരുത്തലിന് വിധേയമാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രായോഗികമാണ്? ഒരിക്കലും CPMന് തിരുത്താൻ പറ്റില്ല. അതിന് കാരണം എന്താണെങ്കിൽ കമ്മ്യൂണിസത്തിൽ നിന്ന് ഒരു വ്യതിചലനം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നയങ്ങൾ നിൽക്കുമ്പോൾ അവിടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് നയത്തിനനുസരിച്ചുള്ള തിരുത്തൽ അവിടെ നിർബന്ധമായിട്ട് വരും. പക്ഷേ ഇപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു മാറ്റം വരും എന്നുള്ളത്. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി തിരിച്ചു വീണ്ടും കയറുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് പലതും ചെയ്യാൻ സാധ്യതകളുണ്ട് എന്ന് മാത്രമേ അതിൽ കരുതുന്നുള്ളൂ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് CPM സ്ഥാനാർത്ഥി വളരെ ദയനീയമായി തോറ്റ പശ്ചാത്തലത്തിൽ CPM അനുകൂല സൈബർ പേജുകളിൽ തന്നെ വന്നൊരു വാക്കായിരുന്നു, ഒരു പ്രസ്താവനയായിരുന്നു, നന്ദിയുണ്ട് മാഷെ എന്നാണ് റെഡ് ആർമിയുടെ അവരുടെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉണ്ടായ ഒരു സംഭവം. അത് വലിയ തോതിൽ ആ പാർട്ടിക്കുള്ളിലെ തന്നെ അണികളിലുണ്ടാക്കിയ വലിയ തോതിലുള്ള ഒരു എതിർവികാരമായിട്ട് തന്നെയല്ലേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയക്ക് ഏറ്റ അല്ലെങ്കിൽ CPMൻ്റെ ഇപ്പോഴത്തെ പുതിയൊരു ഇസ്ലാമോഫോബിയക്ക് ഏറ്റ വലിയൊരു തിരിച്ചടിയല്ലേ ശരിക്കും ഇത്? അല്ല, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങൾ ഈ പറയുന്ന ഇലക്ഷനിൽ CPM ഇപ്പോഴെടുത്ത ആ നയങ്ങൾക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അത് വളരെ വ്യക്തമാണ്. കാരണം അത്തരത്തിലൊരു ഇസ്ലാമോഫോബിയയുടെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് അങ്ങനെ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിലോ അല്ലെങ്കിൽ BJPക്ക് പോകുന്ന കുറേ വോട്ടുകൾ തിരിച്ചു വാങ്ങിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം BJP കഴിഞ്ഞതിനേക്കാൾ പൊസിഷൻ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്, വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതവിടെ നടന്നിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. കാരണം ഒരു രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും അങ്ങനത്തെ ഒരു വോട്ട് കച്ചവടത്തിന് പോകുന്ന ഒരു കാര്യം അദ്ദേഹം ഒന്ന് ചാർജ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് സാധ്യതയില്ല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എലക്ഷനിൽ പല കാലങ്ങളിലും പല അടവുകളെടുക്കും. അത് അടവ് നയങ്ങൾ എന്നാണ് ഈ CPM തന്നെ പറയുന്നത്. അപ്പോൾ ആ അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അവിടെ ഏശിയില്ല. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മുസ്ലിം ലീഗ് വളരെ കാര്യമായിട്ട് ഇത് വന്നതുകൊണ്ട് തന്നെ അവർ വളരെ ആത്മാർത്ഥമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അത് തീർച്ചയായും ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അടവ് നയം നിലമ്പൂരിൽ അത് വിലപ്പോയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചങ്ക് കൊടുത്തും ജനങ്ങൾ ഒപ്പം നിൽക്കും, അതായത് വിജയത്തിന് ശേഷം VD സതീശൻ പറഞ്ഞ വാക്കുകളാണ്. ശരിക്കും VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി എന്നാലും ഒരു രാഷ്ട്രീയ നേതാവ് തികച്ചും അജയ്യനാകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആ സ്ഥാനം, ആ സ്ഥിതി ഉറപ്പിക്കുന്ന ഒരു രീതിയിലേക്കല്ലേ VD സതീശൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ അങ്ങനെയല്ലേ കാണേണ്ടത്? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ്സിന് ഇനിയുള്ള നാളുകളിൽ ചിലപ്പോൾ ഈ ഫലം ഇതും ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ VD സതീശനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അൻവർ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവില്ലാത്തൊരു കോൺഗ്രസിൻ്റെ കൂടെ, അതായത് VD സതീശൻ ഇല്ലാത്തൊരു കോൺഗ്രസിൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. VD സതീശൻ നയിക്കുന്നതിലേക്ക് ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്കുള്ളൊരിതാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത്, അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ട് കോൺഗ്രസ്സിൽ. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണെങ്കിൽ,
അദ്ദേഹം എടുത്ത വി.ഡി. സതീശൻ എടുത്ത ആ സ്റ്റെപ്പ് ഇവിടെ വിജയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് അൻവർ ഇല്ലെങ്കിലും ഞങ്ങൾ നിർത്തിയ സ്ഥാനത്തെ മാറ്റാൻ പോകുന്നില്ല, അൻവർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പ്രശ്നമില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ മുസ്ലിം ലീഗിൻ്റെ പോലും പ്രഷേഴ്സ് ഉണ്ടായിരുന്നു, ഒഴിവാക്കരുത്, നമുക്ക് ചർച്ച ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷേ അതിനും തയ്യാറാകാതെ ആ എടുത്ത തീരുമാനത്തിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു സതീശൻ. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സതീശൻ്റെ ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള പത്രസമ്മേളനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സതീശൻ പറഞ്ഞാ UDFൻ്റെ വിജയമാണ്, ഒരു വ്യക്തിയുടെ അല്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനങ്ങളാണ്, അതാണ് നടപ്പിലാക്കിയതെന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം അത് കറക്റ്റ് സ്കോർ ചെയ്തു. ആ പോയിൻ്റ് നമ്മൾ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. അവിടെ അത് LDFിലേക്കുള്ളൊരു ഒരു ചൂണ്ടുമനയാണ്. കാരണം എന്താണെങ്കിൽ അവിടെ CPM തീരുമാനമെടുക്കുന്നു. CPM എടുക്കുക എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നെന്തോ അതവിടെ നടപ്പിലാക്കുന്നു എന്ന ഒരു ദുസ്സൂചന കൂടി ആ വരികൾക്കിടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരുമയില്ലാത്ത UDFിൽ ഒരുമയുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാനെടുത്ത തീരുമാനം അതുകൊണ്ട് അത് നടത്തിയില്ലെന്ന് ചോദിക്കാൻ പറ്റില്ല. അത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനിയും എത്രയോ സമയങ്ങളുണ്ട്. കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കളങ്ങളെല്ലാം ഒഴിവാക്കി എടുക്കേണ്ടതുണ്ട്. ഇന്ന് പോയ പോലെ ഇപ്പോൾ അതിലേറ്റവും വലിയതാണ് ശശി തരൂരിനെ അവിടെ യാതൊന്നിലും കൊണ്ടുവന്നിട്ടില്ല. ശശി തൻ്റെ പേര് പോലും വെച്ചിട്ടില്ല. അദ്ദേഹത്തിനെ അവിടെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടില്ല. ഇത് അപ്പോൾ ജയിച്ചപ്പോൾ ശശി തരൂരിൻ്റെ പോസ്റ്റ് ഇട്ടു എന്നുള്ളത് മാത്രമേ അവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം എടുക്കുമ്പോൾ ഇത് ഇനിയും അവിടെ പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസ്സിൽ. അത് കറക്റ്റ് കൊണ്ട് അവർക്ക് ഇതേപോലെ ഇലക്ഷൻ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടി ചിന്തിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുമെന്ന് പറഞ്ഞല്ലോ, ഇതൊരു ചൂണ്ടുപലകയാണ്, 100 സീറ്റ് നേടുന്നതിലേക്കുള്ളതാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ജനങ്ങളുടെ അഭിലാഷങ്ങളും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള തിരുത്തൽ ഞങ്ങൾ നടത്തിയിട്ട് അതിനനുസരിച്ചുള്ളൊരു ഇതായിരിക്കും ഞങ്ങൾ കൊണ്ടുവരാമെന്നും പറഞ്ഞു. നല്ല കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു PV അൻവർ എന്നുള്ള ഫാക്ടർ. ഇല്ല എന്ന് എത്രയൊക്കെ ആരൊക്കെ ആവർത്തിച്ചാലും അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് എന്നുള്ളത് തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം 15,000 വോട്ടൊക്കെ നേടുമെന്ന് നിഷ്പക്ഷമായിട്ടുള്ള ആളുകളുടെ വിവിധ ഡിസ്കഷനിൽ കടന്നു വന്നിരുന്നു. സ്വാഭാവികമായിട്ടും അതൊരു 19,000 20,000 വോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. PV അൻവർ എന്ന ശക്തിയെ ശരിക്കും ആ ഒരു ഒറ്റയാൻ്റെ പടയോട്ടത്തെ തികച്ചും ഒരു മുന്നണിക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് PV അൻവറിനെ UDFിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്നെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ PV അൻവറിന്റെ കാര്യങ്ങൾ കുറെ കൂടി സ്മൂത്ത് ആകുകയാണോ ചെയ്തിരിക്കുന്നത്, അതോ കൂടുതൽ ടൈറ്റ് ആകുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? അല്ല, PV അൻവർ എന്ന വ്യക്തി എടുത്ത അല്ലെങ്കിൽ പലതും ഒരു എടുത്തിയാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഈ മത്സരത്തിന് പോകേണ്ട ആവശ്യമില്ല, UDFിൻ്റെ ഭാഗമായിട്ട് വരേണ്ട ആളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഒറ്റയാനായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പല തീരുമാനങ്ങളും എടുക്കുന്നതും അതിനുവേണ്ടി ചാടി പുറപ്പെടുന്നതും. അപ്പോൾ പക്ഷേ ഇവിടെ ആ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ആണ് എന്നുള്ള ഒരു ഇത് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. അപ്പോൾ മുൻപ് തന്നെ അൻവർ ഇത്തരത്തിൽ ഒരു മത്സരിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ സതീശനല്ലാത്ത മറ്റൊരു വിഭാഗം, അതായത് ഇനിയും ഇത് താൽക്കാലികമാണ്, ഇലക്ഷൻ കഴിഞ്ഞോട്ടെ, അൻവർ ഒക്കെ ഞങ്ങൾ സഹകരിച്ച് പോകുന്നുള്ള അവിടെ നിന്ന് തന്നെ പറഞ്ഞവരുണ്ട്. അപ്പോൾ ആ മറ്റൊരു ചേരി കോൺഗ്രസ്സിലെ അവരെപ്പോഴും അൻവറുമായി സഹകരിച്ചിട്ട് തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതും. അതിൽ മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ അടക്കമുണ്ട്. സണ്ണി ജോസഫും തീർച്ചയായിട്ടും അതിൻ്റെ കൂടെയുള്ള ഒരാൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തികച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു പൈലറ്റായി തന്നെ ഇതിനെ കാണാൻ നമുക്ക് സാധിക്കും എന്ന് നമുക്ക് കരുതാം. ഏതായാലും പുതിയ ഒരു മാറ്റത്തിനായി രാഷ്ട്രീയ കേരളം കാതോർക്കുമ്പോൾ പുതിയ വിഷയങ്ങൾ വീണ്ടും കടന്നു വരാനിരിക്കുകയാണ്. നിലപാട് വീണ്ടും അടുത്ത പുതിയ വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.